ഇവരാണ് ആൺകുട്ടികൾ, ഡിവൈഎഫ്ഐയുടെ പുലിക്കുട്ടികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയിച്ചപ്പോൾ പാലക്കാട് നഗരസഭാ കെട്ടിടത്തിന്റെ മുകളിൽ കയറി സംഘപരിവാർ ജയ് ശ്രീറാം ബാനർ ഉയർത്തിയപ്പോൾ ഇത് RSS കാര്യാലയമോ സംഘികളുടെ ഗുജറാത്തോ ഉത്തർപ്രദേശോ അല്ല, മറിച്ച് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മണ്ണാണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ പുലിക്കുട്ടികൾ. സംഘപരിവാറിന്റെ ജയ് ശ്രീറാമല്ല ഇവിടെ ഉയരേണ്ടത്, പകരം ഇന്ത്യയുടെ ത്രിവർണ പതാകയാണെന്ന് പറഞ്ഞ പാലക്കാട് നഗരസഭയിൽ ഇന്ത്യൻ ദേശീയ പതാകയുടെ ഫ്ലക്സ് ഉയർത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി TM ശശിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറി ദേശീയ പതാക ചുവരിൽ വിരിച്ചത്. ഇന്ന് പ്രകടനമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറി BJP പ്രവർത്തകർ ജയ് ശ്രീറാം ബാനർ വിരിച്ച അതേ ചുവരിൽ ദേശീയ പതാക വിരിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ പാലക്കാട് നഗരസഭയിൽ ഭരണമുറപ്പാക്കിയതിനു പിന്നാലെ നഗരസഭാ മന്ദിരത്തിൽ കയറി BJP പ്രവർത്തകർ ജയ് ശ്രീറാം ഫ്ലക്സ് തൂക്കിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നത്. CPM-ഉം കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും നഗരസഭാ സെക്രട്ടറിയും അടക്കം സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനമായ മുനിസിപ്പൽ ഓഫീസിന് മുകളിൽ കയറി ഹിന്ദുത്വ മുദ്രാവാക്യം മുഴക്കുകയും ജയ് ശ്രീറാം എന്ന ബാനർ ചുവരിൽ വിരിക്കുകയും ചെയ്തത് BJP നേതാക്കളുടെ അറിവോടെ സംഘപരിവാർ പ്രവർത്തകരെ ഉപയോഗിച്ചാണെന്ന് ടൗൺ സൗത്ത് പോലീസിൽ നൽകിയ പരാതിയിൽ CPM ആരോപിച്ചിരുന്നു. സംഭവത്തിൽ BJP പ്രവർത്തകരുടെ പേരിൽ IPC 153 വകുപ്പ് അനുസരിച്ച വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പെരുമാറിയതിന് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രവർത്തകരെ പ്രതിപട്ടികയിൽ ചേർക്കും. പാലക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ പരാതിയെ തുടർന്നാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത്. നഗരസഭാ സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജയ് ശ്രീറാം ഫ്ലക്സ് തൂക്കിയതിൽ മാത്രമാണ് കേസെടുത്തത്. വോട്ടിംഗ് സെന്റർ ഉൾപ്പെടുന്ന കെട്ടിടത്തിലേക്ക് കൗണ്ടിംഗ് ഏജന്റുമാരെയും സ്ഥാനാർത്ഥികളെയും റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കടത്തിവിട്ടെന്നും അതിനാൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് പറയാനാവില്ലെന്നുമാണ് പോലീസ് പ്രതികരണം. നേരത്തെ തന്നെ ഒരു പൊതുസ്ഥാപനത്തിൽ ജയ് ശ്രീറാം ബാനർ ഉയർത്തിയ BJPയുടെ ഉത്തരേന്ത്യൻ മോഡൽ രാഷ്ട്രീയത്തിനെതിരെ വൻ പ്രതിഷേധമാണ് മലയാളികൾ നടത്തിയത്. ഇന്ത്യയുടെ മതേതരത്തിന് ബാധിച്ച ക്യാൻസറാണ് BJP എന്നും BJP ജയിച്ചാൽ ഇതാണ് അവസ്ഥയെങ്കിൽ നിയമസഭാ മന്ദിരത്തെയും ഇവർ വെറുതെ വിടില്ലെന്നും ഈ സംഭവത്തോട് ജനങ്ങൾ പ്രതികരിച്ചിരുന്നു. ജയ് ശ്രീറാം ബാനർ പതിപ്പിക്കാനും കാവ്യ പുതപ്പിക്കാനും ഇത് RSS കാര്യാലയമല്ലെന്നും ഇത് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിലെ ഒരു നഗരസഭാ ഓഫീസാണെന്ന് സംഘികൾ മറക്കരുതെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധമുയർന്നിരുന്നു. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി നിരവധി പ്രമുഖരും രംഗത്തെത്തിയിരുന്നു. ഹിന്ദുത്വ വർഗീയത എന്നത് എത്ര ലൈറ്റായി നമ്മൾ ഓരോരുത്തരും കാണുന്നുവെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടാവുന്ന ഒരു സന്ദർഭമാണിതെന്നും അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ ഹരീഷ് വാസുദേവൻ പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം ലീഗ് പ്രവർത്തകർ മലപ്പുറം നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ കയറി പച്ച നിറമുള്ള വലിയ ബാനറിൽ അല്ലാഹു അക്ബർ എന്നെഴുതി തൂക്കി മുദ്രാവാക്യം വിളിച്ചിരുന്നുവെങ്കിൽ ആ ദൃശ്യങ്ങൾ കേരളത്തിലുണ്ടാക്കാൻ പോകുന്ന പുകിൽ എന്തൊക്കെയായിരിക്കുമെന്നും ഒന്നോർത്തു നോക്കണമെന്നും ഹരീഷ് വാസുദേവൻ ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.